കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ജൂതന്മാർക്ക് എതിരെ ഒരു വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ട്രംപ് ഒരു ഉത്തരവ് ഒപ്പുവെച്ചിരിക്കുന്നു. വിവാദപരമായ ഉത്തരവെന്നാണ് ചില മാധ്യമങ്ങൾ ഇതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. 12 രാജ്യത്തിലുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രധാനമായി അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗിനിയ, എറിത്രിയ, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ, അങ്ങനെ പോകുന്നു ഈ 12 രാജ്യങ്ങൾ. ഈ രാജ്യത്തുള്ളവർ അമേരിക്കയിലേക്ക് വരണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് കർശനമായി തന്നെ പാലിക്കും. കാരണം ഇത്തരത്തിൽ വന്നു കയറുന്നവരാണ് ഇവിടെ പലപ്പോഴും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ്. ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ ചില രാജ്യത്തുള്ളവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇതുകൊണ്ട് ഭീകരവാദം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, കുടിയിറക്കം, അതായത് അനധികൃതമായി കുടിയേറിയവരെ കണ്ടെത്തി പുറത്താക്കുക ഒരു നീണ്ട പദ്ധതിയാണ്. അത് ഉടനെ തീരില്ല. അതിലും എളുപ്പമായത് ഇവർ വരാതിരിക്കുന്ന ശ്രമങ്ങളാണ്. അതായത് ഇവർ വരുന്ന വഴി അടയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.